ചിരിയും കളിയുമായി നീണ്ട 2 മാസത്തെ വേനലവധി കഴിഞ്ഞു. ഇനി അക്ഷരമുറ്റത്തേക്ക്. പതിവിലും നേരത്തെ തന്നെ കുട്ടികൾ ഉറക്കമുണർന്നു. എല്ലാവരും തന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ ആവേശത്തിലാണ്. 9:35 സ്കൂൾ ബസ്. ഇവിടെ 8 മണിയാവുമ്പോൾ കുട്ടികൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി. ഇനി എത്ര ദിവസം കാണുമോ ഈ ആവേശം. ഈ വർഷം മുതൽ ഇവമോൾ ഇരിട്ടി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് 8:15 ബസ് വരും. ഇവേച്ചി ഇല്ലാത്തതിന്റെ സങ്കടം മാമിക മോൾക്കും ആദ്യ മോൾക്കും ഉണ്ട്. അമ്മ മക്കളെ യാത്രയാക്കാൻ ഒരുങ്ങിയിറങ്ങിക്കഴിഞ്ഞു. ഇനി അമ്മയുടെ പ്രധാന പണി കുട്ടികളെ സ്കൂളിലേക്ക് യാത്രയാക്കലാണ്. ആദ്യം ഇവമോൾ. പുതിയ സ്കൂളിലേക്ക് പോകുന്നതിന്റെ ഒരു ടെൻഷൻ ഇവയ്ക്കുണ്ട്. അങ്ങനെ ഇവമോളുടെ ബസ് വന്നു. ബസ്സിനുള്ളിൽ ഇവയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ബസ്സിലേക്ക് ചാടിക്കയറി. അങ്ങനെ എല്ലാവരും കൂടി ഇവമോളെ യാത്രയാക്കി. വീണ്ടും ഒരുക്കത്തിലേക്ക്. കുട്ടികൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. മേക്കപ്പ് ഇടാൻ അവർക്ക് എന്റെ സഹായം വേണ്ട. ചേച്ചി അനിയത്തിയെ ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പൊട്ടുകുത്തലും കണ്ണെഴുതലും ഒക്കെ കഴിഞ്ഞു. ബസ് വരാനായപ്പോൾ റോഡിലെത്തി. അപ്പോഴത്താ റോഡ് പണി നടക്കുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ. മഴക്കാലത്താണല്ലോ റോഡ് പണി തുടങ്ങുന്നത്. റോഡ് കീറാനായി JCB കൈയും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു. സ്കൂൾ വണ്ടിയും കൂടി വന്നു പോയാൽ ഉടൻ പണി തുടങ്ങും. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ സ്കൂൾ ബസ് എത്തി. കുട്ടികളുടെ പ്രിയപ്പെട്ട പ്രശാന്തട്ടന്റെ 2ാം നമ്പർ ബസ് വന്നിരിക്കുന്നു. വീണ്ടും ഒരു അധ്യയന വർഷത്തിലേക്ക്. ഇനിയുള്ള നാളുകൾ പഠനത്തിന്റെയും കളിയുടെയും വസന്തകാലം. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ അധ്യയന വർഷ ആശംസകൾ.